നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ ഇന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. 8ാമത്തെ ദിവസമാണ് തെരച്ചിൽ തുടർന്നത്. ഇന്ന് നദിയിൽ ഗംഗാവലി പുഴയിലാണ് തെരച്ചിൽ നടന്നത്. അത് ഇന്ത്യൻ നേവിയാണ് ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തിയത്. അവിടെ NDRFന്റെ സഹായവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം മണ്ണ് നീക്കി പരിശോധന നടത്തിയ റോഡിലും ഇന്ന് തെരച്ചിൽ നടത്തിയത്. പക്ഷേ ഒരിടത്തും അർജുനെയോ ലോറിയെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നാളെയും ഈ തെരച്ചിൽ തുടരും. പുഴയിലായിരിക്കും നാളത്തെ തെരച്ചിൽ എന്നാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം റോഡിലെ മണ്ണ് ഏതാണ്ട് പൂർണ്ണമായും നീക്കം ചെയ്തു കഴിഞ്ഞു. നേരത്തെ ആ വിഷ്വൽ ഹെലിക്യാം ദൃശ്യങ്ങൾ ഇപ്പോൾ ഇട്ടാൽ അത് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അവിടെ പുഴയിലേക്ക് ഊർന്നു കിടക്കുന്ന ചാഞ്ഞു കിടക്കുന്ന ഭാഗത്തെ അവിടുത്തെ മൺതിട്ടകൾ പോലും ഇന്ന് നേവി പരിശോധിക്കുകയുണ്ടായി. ആ ഭാഗത്തും ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇന്ന് ഇന്ത്യൻ നേവി നടത്തിയത്. NDRFന്റെ സഹായവും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സിഗ്നലും കിട്ടിയില്ല എന്നതിനാൽ തന്നെ ഇന്ന് മണ്ണ് മാറ്റിയുള്ള വലിയ പരിശോധനകൾ പുഴയിൽ നടന്നില്ല. പക്ഷേ പുഴയിലാകമാനം നേവി ഏത് സമയത്തും ഉണ്ടായിരുന്നു. പലപ്പോഴും കനത്ത മഴ ഇത്തരമൊരു രക്ഷാദൗത്യത്തിന് ഇന്ന് ഷിരൂരിൽ തടസ്സമാവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ആകാശ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാവുന്നതുപോലെ ഗംഗാവലി പുഴയിൽ വലിയ ദ്വീപ് പോലെ രണ്ടിടങ്ങളിൽ പ്രത്യേകിച്ച് വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഗത്തെ പരിശോധനയും ഇനിയും നടക്കണം. അതിന് കുറച്ചുകൂടി ആധുനികമായ സാങ്കേതിക വിദ്യകൾ, പ്രതിരോധം സേനകൾ ഉപയോഗിക്കുന്ന കുറച്ചുകൂടി വലിയ സാങ്കേതിക വിദ്യകൾ ഉള്ള കുറച്ചുകൂടി സൗകര്യമുള്ള യന്ത്രങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് ഇന്ന് വൈകിട്ടോടെ അവിടെ എത്തിച്ചിട്ടുണ്ട്. ദൂരത്തു നിന്ന് തന്നെ മണ്ണ് മാറ്റുന്ന രീതിയിലുള്ള എക്സ്കവേറ്റർ സംവിധാനമാണ് കൊണ്ടുവരുന്നത്. അത് ഈ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. നാളെ തന്നെ അതുപയോഗിച്ചുള്ള ബൂം എന്നാണ് പേര്, അതുപയോഗിച്ചിട്ടുള്ള മണ്ണ് മാറ്റൽ പ്രക്രിയ തുടരുകയും ചെയ്യും നാളെ. അങ്ങനെ നാളെയും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ രക്ഷാദൗത്യത്തിനായി ഇറങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷിരൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു ചേരുകയാണ്. ബൈജു, 8ാം ദിവസം ആയി ഇന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അത് പുഴയിലും പരിശോധനയുണ്ടായിരുന്നു. അതേപോലെ തന്നെ റോഡിലും ഇന്ന് മണ്ണ് മാറ്റുന്ന ജോലികൾ ഈ ദൃശ്യങ്ങളിൽ അത് കാണാം, പുരോഗമിച്ചു വരികയായിരുന്നു. വൈകിട്ട് ഏകദേശം 5 മണി വരെ തുടരുകയും ചെയ്തു. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് പോകുവാൻ കഴിയാതെ പോയത്? ഇന്ന് വൈകിട്ട് സ്ഥലം MLA പറയുന്നുണ്ടായിരുന്നു ഇതുകൊണ്ടും കാര്യമില്ല, നാളെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ നാളെ ചില വലിയ സാങ്കേതിക വിദഗ്ധരുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. ഏതെങ്കിലും പ്രമുഖ ആളുകൾ ഈ രക്ഷാദൗത്യത്തിൽ മുൻപ് പങ്കാളികളായിട്ടുള്ള ആരെങ്കിലും വരുന്നുണ്ടോ ഷിരൂരിലേക്ക്? അതിൻ്റെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ടോ? മഞ്ജുഷ്, ഇന്ന് ഏതായാലും തിരച്ചിൽ ഊർജിതമാണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കരസേനയാണ് ഈ കരഭാഗത്തുള്ള മണ്ണുകൾ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതൊക്കെ അവർ നീക്കം ചെയ്തു. അപ്പോൾ പുഴയിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള തെരച്ചിലും ഇന്നുണ്ടായി. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കാണാത്ത രീതിയിലുള്ള തെരച്ചിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളുമായി ഇന്നലെയും ഇന്നുമായി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ലോറി കണ്ടെത്താൻ ഇതുവരെ ബൈജു, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ അതുൽ പിള്ള, അദ്ദേഹം ഡിഫൻസ് PRO ആണ്, സദേൺ നേവൽ കമാൻഡിലാണ് അദ്ദേഹം ഉള്ളത് കൊച്ചിയിലെ. ഇന്ത്യൻ നേവി ഇന്ന് ഏത് രീതിയിലായിരുന്നു ഗംഗാവലി പുഴയിൽ ഈ ഒരു രക്ഷാദൗത്യം നടത്തി വന്നത്? ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് കമാൻഡർ അതുൽ പിള്ള ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ശ്രീ അതുൽ പിള്ള, ഒന്ന് വിശദീകരിക്കാമോ ഇന്ന് എന്തായിരുന്നു നേവിയുടെ പ്രവർത്തനം? ഓക്കെ, ഗുഡ് ഈവനിങ്. യെസ്, ഇന്നത്തെ ഡേറ്റ് വന്നിട്ട് 23rd. സോ ഞാനൊന്ന് ബാക്ക്വേർഡ് ഒരു ഇവന്റിന്റെ ഇതൂടെ ഒന്ന് ഷോർട്ട്ലി ഞാൻ ഒന്ന് പറയാം. ഈ നേവിയുടെ ഓപ്പറേഷൻസ് അവിടെ നേതൃത്വം കൊടുക്കുന്നത് കാർവാർ നേവൽ ബേസ് കാർവാറിലെ അവരായിരുന്നു ഹെഡ് ഈ ഓപ്പറേഷനെ ചെയ്യുന്നത്. പക്ഷെ ഇത് ചെയ്യുന്നത് NDRF ലീഡ് ഏജൻസി അവർ നേവിയുടെ സപ്പോർട്ട് ചോദിച്ചു. ഫസ്റ്റ് സപ്പോർട്ട് ഉത്തർ കന്നഡ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നേവിയോട് ചോദിച്ചത് 16 ജൂലൈ 2024 അന്ന് ഒരു HPCL ഒരു ടാങ്കർ മിസ്സിംഗ് അത് വാഷ്ഡ് അവേ എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് റിക്വസ്റ്റ് വന്നത്. എന്നിട്ട് 17 ജൂലൈയിൽ നേവിയുടെ ഡൈവേഴ്സ് പോയി. ലക്ലി ഈ ഒരു കേസിൽ നമുക്ക് HPCL ടാങ്കർ വിഷ്വൽ ആയിരുന്നു, കാണാമായിരുന്നു. അങ്ങനെ ഡൈവേഴ്സ് റിസ്ക് ചെയ്ത് അവിടെ പോയി അതിനെ ഹുക്ക് ഓൺ ചെയ്ത് വയർ റോപ്പ് വെച്ച് അതിനെ വലിച്ച് കരയെ കൊണ്ടുപോയി അതിന്റെ ഗ്യാസ് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് അതിനെ സേഫ് ആയിട്ട് ഇത് ചെയ്ത്. നെക്സ്റ്റ് റിക്വസ്റ്റ് അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്ന് വന്നത് ജൂലൈ 19 ജൂലൈ 19 ഈ അർജുന്റെ ട്രക്കിന്റെ റിഗാർഡിംഗ് ആയിരുന്നു ആ റിക്വസ്റ്റ് വന്നത്. എഗെയിൻ നേവി ടീം ഇത് അതിനുവേണ്ടി ആ റിവർ ഗംഗാവലി റിവറിലോട്ട് സെർച്ചിന് വേണ്ടി
ഒരു 2 എക്സ്പേർട്ട് ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സിനെയും ഓഫീസേഴ്സിനെയും വിട്ടത്. ഈ 2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്, ഒരു ഗ്രൂപ്പ് ഈ സൊണാർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഈ സൊണാർ എന്ന് വെച്ചാൽ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ഒരു ഇക്വിപ്മെന്റ് വന്ന്, ഇതൊരു അഡ്വാൻസ് ഇക്വിപ്മെന്റ് നമ്മൾ അറ്റ് സീലും മിഡ് സീലൊക്കെ നമ്മൾ ഡീപ് സീലൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ സൊണാർ പ്രൈമറിലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അണ്ടർ വാട്ടറിന് ഒരു ഹസാർഡ് ഉണ്ടോ അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ നാവിഗേഷൻ പർപ്പസിനോ അത് സെർച്ച് പർപ്പസിനോ അത് സീ ഫ്ലോറിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയായി സൊണാർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സൊണാർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ ഈ വിഷ്വലി 3 ഡയമെൻഷണൽ ഔട്ട്പുട്ട് അല്ല, ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ സൊണാർ ഒരു സൗണ്ട് വേവ് വിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിൽ ആ സൗണ്ട് വേവ് വന്നിട്ട് ആ ഒബ്ജക്റ്റിനെ സ്റ്റക്ക് ചെയ്തിട്ട് ഒരു ഷാഡോ ജനറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇമേജാണ് കിട്ടുന്നത്. സോ അതിനെ ആ ഡേറ്റയെ അനലൈസ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് ഉണ്ട് നേവിയിൽ ഈ സോണാർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്ലസ് ഈ സൗണ്ട് കിട്ടുന്ന ഒരു GPS പൊസിഷനും കിട്ടും നമുക്ക്. ഈ GPS പൊസിഷൻ നമ്മൾ ആ ഡൈവേഴ്സിന് കൊടുത്തിട്ട് പിന്നെ ഡൈവേഴ്സ് ആ ഏരിയയിൽ പോയി ഡൈവ് ചെയ്തിട്ട് നമ്മളോട് കൺഫേം ചെയ്യും ആ സാധനം ഇതാണോ അതല്ലെന്ന് അവർ ഇത് ചെയ്യും. നൗ ഇവിടെ ഡൈവേഴ്സിന് ഒരു ചാലഞ്ച് വരുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ആ വെള്ളം ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റെഡിഷ് ബ്രൗൺ കളറാണ്. വിസിബിലിറ്റി തീരെ ഇല്ല, ഒന്നും കാണാൻ പറ്റില്ല അതിനകത്ത് ഡൈവർ ഇപ്പൊ താഴോട്ട് പോയാൽ. ബിക്കോസ് ഈ മലയിന്ന് വന്ന വെള്ളം എല്ലാം ഇങ്ങനെ ഒലിച്ച മണ്ണിന്റെ കൂടെ മഡ് വാട്ടർ വന്നിട്ട് അത് ഫുൾ വിസിബിലിറ്റി 0 ആണ്, വിച്ച് ഇസ് വെരി ഡേഞ്ചർ ഫോർ ദി ഡൈവർ പുള്ളിക്കാരൻ അകത്തോട്ട് പോകുമ്പോൾ. സെക്കൻഡ്, അവിടുത്തെ സർഫേസിൽ ഇപ്പൊ സ്പീഡ് കറണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 to 8 knots സ്പീഡ് ഉണ്ട്. ഈ സർഫേസ് കറന്റിന്റെ സ്പീഡ് വെള്ളത്തിനടിയിൽ പോകുമ്പോൾ അത് കൂടുക. സോ ഒരു ഡൈവർ വെർട്ടിക്കലി 90 degrees താഴോട്ട് പോകുമ്പം പുള്ളിക്കാരൻ ആ എക്സ്പെക്ടഡ് ലൊക്കേഷനിലോട്ടല്ല പോകുന്നത്, പുള്ളിക്കാരൻ ഡ്രിഫ്റ്റ് ചെയ്തങ്ങ് പോകും. സോ ഒരു 15-20 meters ചിലപ്പം പോകുന്നത്. സെക്കൻഡ് തിങ്, ഈ ലാൻഡ് സ്ലൈഡ് കാരണം കൊണ്ട് ഈ വലിയ ഹ്യൂജ് ട്രീസ്, ഈ സാൻഡ്, ഈ ഡെബ്രിസ്, ഇതെല്ലാം ഈ വെള്ളത്തിനകത്ത് വന്നിട്ട് ഈ ഡെബ്രിസ് എല്ലാം കൂടെ കയറി ഈ സീബെഡ് ഫുള്ള് ഇതായിരിക്കുക, സ്മൂത്ത് അല്ല. അപ്പൊ സോ ഡൈവർ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഇസ് വെരി ഡിഫിക്കൽട്ട് പുള്ളിക്കാരന് താഴോട്ട് പോകാൻ ബിക്കോസ് ഓഫ് ദിസ്. പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു ലൈഫ് ലൈൻ ഉണ്ട്, ആ ലൈഫ് ലൈനും ഇതിൽ എൻടാങ്കിൾഡ് ആയിട്ട് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ ഡൈവറിനെ കൊണ്ടുവരും. സോ ഈ ഡൈവിങ്ങിനും വേണ്ടി ഇപ്പൊ 2 എക്സ്പേർട്ട് ഓഫീസേഴ്സ് ഓൺ ഗ്രൗണ്ട് അവിടെ ഉണ്ട്. ഒന്ന് സോണാർ ഓപ്പറേഷന് വേണ്ടി, സെക്കൻഡ് വന്നിട്ട് ഈ ഡൈവിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. സോ പക്ഷെ ഇന്ന് നമ്മളൊരു 100 kg ഒരു സിങ്ക് വെയിറ്റ് വരെ താഴെ ഇട്ടിട്ട് അതുവരെ ഡ്രിഫ്റ്റ് ആയി പോയി. സോ ദാറ്റ് ഈസ് എ പ്രാക്ടിക്കൽ ചാലഞ്ച് വിച്ച് നേവിക്കിടെ ഡൈവേഴ്സിന് ഫേസ് ചെയ്യുന്ന ഡൈവിംഗ് ഓപ്പറേഷനായിട്ട്. നാളെയും ഇതേ രീതിയിൽ തന്നെ തുടരുമെന്നാണോ? ഈ സോണാർ എക്യുപ്മെന്റ് ഉപയോഗിച്ച് ഈ ഇമേജുകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കും, അതോടൊപ്പം തന്നെ ഡൈവേഴ്സും ഉണ്ടാവും. ഇതേ രീതി തന്നെയായിരിക്കുമോ നാളെയും ഗംഗാവലി നദിയിൽ? ഈ സോണാർ നേവി യൂസ് ചെയ്യുന്ന ഭയങ്കര അഡ്വാൻസ് ടെക്നോളജി ഉള്ള സോണാറാ, ഈ സൈഡ് സ്കാൻ സോണാർ എന്നാ പറയുന്നത്. സോ നമുക്ക് വിഷ്വലി കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, ഡൈവേഴ്സിനകത്ത് പോകാൻ പറ്റുന്നില്ല. സോ നമ്മള് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വഴിയുള്ളൂ അതിൽ ആ അത്രയും ഒരു കറണ്ടില്. പക്ഷെ നൗ ഒരു ഹോപ്പ് എങ്ങനെയെങ്കിലും ഈ കറണ്ട് ഞങ്ങൾക്കൊരു 1 hour കറണ്ട് കുറച്ച് കിട്ടുമെങ്കിൽ ഞങ്ങൾ ഡൈവേഴ്സ് 100% ഡൈവ് ചെയ്യുക എന്നുള്ളത് അതിലൊരു സംശയം വേണ്ട. അത് ശരിയാണ്, ഡൈവേഴ്സ് മികച്ച ഡൈവേഴ്സ് ആണ് നേവിയുടെ. പക്ഷേ ഈ അടിയൊഴുക്ക് അല്ലേ, അടിയൊഴുക്ക് കൂടുതലാണ്, അതുപോലെ തന്നെ വിസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ അടിഞ്ഞിരിക്കുന്ന ചെളിയൊക്കെ ഉണ്ടല്ലോ, അത് നീക്കം ചെയ്യേണ്ടി വരുമല്ലോ ശ്രീ അതുൽ പിള്ള. അതിനു വേണ്ടിയാണോ നാളെ ഈ ബൂം എക്സ്കവേറ്റർ പോലെയുള്ളവ കൊണ്ടുവരുന്നത്? അതിന് കരസേനയുടെ സഹായവും അതുപോലെ തന്നെ മറ്റ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിന്റെ, രക്ഷാപ്രവർത്തകരുടെ സഹായവും തേടേണ്ടി വരുമോ? നേവിക്ക് ഒറ്റയ്ക്ക് ഇതിന് സാധ്യമല്ല എന്നുള്ളതാണോ? ബൂം എക്സ്കവേറ്റർ എനിക്കത് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അത് കൊണ്ടുവരുന്നത്. അതെങ്ങനെ അവർ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കമന്റ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് നേവി അല്ല അത് ചെയ്യുന്നത്. ഈ ഡൈവിംഗ് ഓപ്പറേഷനും സോണാർ ഓപ്പറേഷനും നേവിയുടെ ഓപ്പറേഷനാ. അത് അതുപോലെ തന്നെ ഇതൊരു പ്രോസസ് നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത്. സോ ഇവിടെ അത് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ട്രൈ ചെയ്യും ഡൈവ് ചെയ്യാൻ. ഇന്ന് പലവട്ടം ഡൈവർ അറ്റംപ്റ്റ് ചെയ്തു, ജമ്പ് ചെയ്ത് പോവും, പുള്ളിക്കാരൻ ഡ്രിഫ്റ്റ് ചെയ്ത് വേറൊരു ഡയറക്ഷനിലോട്ട് പോകും. സോ ഇന്ന് ഞങ്ങൾ അവിടെ തന്നെ ലാപ്ടോപ്പ് ഈ സൊണാർ കിട്ടുന്ന ഡേറ്റ ഞങ്ങൾ അവിടെ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതുകൂടെ റബ്ബർ ഇൻഫ്ലേറ്റഡ് ബോർഡ്സ് കാണും ബ്ലാക്ക് കളറിൽ. ആ ബോർഡ്സ് ഇരുന്നിട്ട് ഡേറ്റ ഞങ്ങൾ കണ്ടിന്യൂസ്ലി അനലൈസ് ചെയ്തു റെക്കോർഡ് ചെയ്തിട്ട് GPS പൊസിഷനും മാർക്ക് ചെയ്തേക്കുക, പ്രോബബിൾ ലൊക്കേഷൻ.
അപ്പോൾ ഈ പ്രോബബിൾ ലൊക്കേഷൻ കണ്ടെത്തിയ സ്ഥലത്തൊക്കെ ഡൈവേഴ്സ് ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു താങ്കൾ പറഞ്ഞ ഈ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് നടക്കുന്നില്ല അല്ലേ? എക്സാക്ട്ലി. ഓക്കെ, അപ്പോൾ നാളെയും പക്ഷേ ഇതിനപ്പുറം എന്തെങ്കിലും സാധിക്കും നേവിയെ കൊണ്ടെന്ന് കരുതാൻ പറ്റുമോ? ഈ ഇന്നും നല്ല മഴയായിരുന്നു, അടിയൊഴുക്ക് ശക്തി കൂടുകയും ചെയ്യില്ലേ അതുൽ? നാളെയും ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ഈ ഒരു കറണ്ട് കുറഞ്ഞു കിട്ടുവാണെങ്കിൽ 100% ഡൈവിങ് ചെയ്യും. അതൊരു നാച്ചുറൽ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതില്. യു അണ്ടർസ്റ്റാൻഡ്? സോ എങ്ങാനും കറണ്ട് നമുക്കൊരു 1 to 2 hours ബ്രേക്ക് മതി ഞങ്ങൾക്ക്. ഞങ്ങൾ 100% ഡൈവിങ്, ബിക്കോസ് ഒരു നോർമലി ഒരു മാപ്പിംഗ് ചെയ്തിട്ട് ആ മാപ്പിംഗിന്റെ ഡേറ്റ നമ്മുടെ അടുത്തുണ്ട്. എവിടൊക്കെയാ ലൊക്കേഷനിൽ എവിടൊക്കെയാ ഈ ഷാഡോ കിട്ടുന്ന, ഈ ഡേറ്റ കിട്ടുന്ന, അത് അനലൈസ് ചെയ്ത് വെച്ച്. പക്ഷെ ഉള്ളി തിങ് ഡൈവിങ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് കറണ്ട് ഒന്ന് ഇത് വിസിബിലിറ്റിയും ഓക്കെ വി ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് ബിക്കോസ് അങ്ങനെ ഡൈവേഴ്സ് ആർ ട്രെയിൻ ഫോർ ദാറ്റ്. സോ അത് ചെയ്യാം. പക്ഷെ കറണ്ട് ഇല്ലാതെ പുള്ളിക്കാരൻ അവിടോട്ട് ആ ഏരിയയിലോട്ട് പോകാൻ പോലും പറ്റുന്നില്ല. ശരിയാണ്. ഒരു കാര്യം കൂടി ശ്രീ അതുൽ പിള്ള, ഇപ്പോൾ നമ്മൾ ആ ഗംഗാവലി നദി നോക്കുമ്പോൾ ഈ കരയിൽ നിന്ന് ഒരു 30-40 മീറ്റർ അകലെയായിട്ടൊരു ഈ ഐലൻഡ് കണക്കെ രണ്ടിടത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ മൺതിട്ട ഇങ്ങനെ രൂപപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ. ആ ഭാഗത്തും അപ്പോൾ പരിശോധന നടത്തേണ്ടി വരില്ലേ? അത് തികച്ചും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എങ്ങനെയാണ് ആ ഭാഗത്തെ ഓപ്പറേഷൻ? അത് അവിടുത്തെ NDRF ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ വെള്ളം കിടക്കുന്ന സ്ഥലം, വേറെവർ വാട്ടർ ഇസ് ദ ഡൈവർ സോണാർ ഓപ്പറേഷൻ, അത് 100% നേവിയുടെ. ഇനി അവിടുത്തെ അത് മഡ് ആണെങ്കിൽ മഡ് അവരുടെ റഡാർ വെച്ച് അവര് ചിലപ്പോൾ ചെക്ക് ചെയ്യുമായിരിക്കും. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. നേവിയുടെ ഓപ്പറേഷൻ ഈ വാട്ടർ ബോഡീസ് ആ ഒരു ലിമിറ്റേഷനിലാണ്. ശരി, നന്ദി ശ്രീ അതുൽ പിള്ള. അദ്ദേഹം ഡിഫൻസ് PRO ആണ്, കൊച്ചിയിലെ സതേൺ നേവൽ കമാൻഡിലാണ് ഉള്ളത്. അദ്ദേഹം നേവിയുടെ ഓപ്പറേഷൻ ഏത് രീതിയിലായിരുന്നു, അതിൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇന്ന് ഗംഗാവലി നദിയിൽ നേവിയുടെ ഓപ്പറേഷനിൽ ഉണ്ടായത് എന്ന കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചത്. സോണാർ എക്യുപ്മെന്റ് ഉപയോഗിച്ചുള്ള ഈ ഇമേജ് കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. അതുവഴി ഡൈവേഴ്സ് ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ അതിനുണ്ടായ പ്രാക്ടിക്കലായുള്ള ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം വിശദീകരിച്ചത്. കേണൽ എസ് ഡിന്നി എങ്ങനെ കാണുന്നു ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തെ? 8ാം ദിവസവും പരാജയമായി മാറുകയായിരുന്നു, നാളെയും തുടരും. ശ്രീ മഞ്ജുഷ്, കറക്റ്റാണ്. നമ്മൾ വിചാരിച്ച കണക്കുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയില്ല. പക്ഷെ അതൊരു പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരാജയം എന്ന് ഞാൻ ഇപ്പോഴും പറയില്ല. കാരണം നമ്മളൊരു ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കമാൻഡർ അതുൽ പറഞ്ഞ പോലെ, അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ള, ഇന്നിപ്പോ പുഴയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടാത്ത സമയം വരെ നമുക്കൊരു ഇതിനെക്കുറിച്ച് നമുക്കൊരു ആധികാരികമായിട്ട് അങ്ങനെ പറയാൻ സാധിക്കില്ലെന്നാണ്. ഇപ്പോഴും ആ ശ്രമങ്ങൾ, ആ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അഫ്കോഴ്സ് ആ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലാവസ്ഥ തന്നെയാണ്. നമ്മളിന്ന് ഫുൾ ഡേ കണ്ടത് അവിടുത്തെ റിപ്പോർട്ടേഴ്സ് ഒക്കെ പെട്ടെന്ന് മഴ വരെയും വലിയ രീതിയിലുള്ള മഴയാണ്, അത് ചെറിയ മഴയല്ല, ആ രീതിയിലൊക്കെ വന്ന് വെള്ളമൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു കാലാവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ 1-2 കാര്യങ്ങളിൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി ഇപ്പം വന്നിട്ടുള്ളത്. ഒന്ന്, ഈ കരയിൽ ഭാഗത്ത് ഈ ട്രക്കില്ല എന്നുള്ള ഏകദേശം ഒരു സ്ഥിരീകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് രണ്ടാമത്തേത്, ഇപ്പൊ ആ കരയുടെ ഭാഗത്ത് നിന്ന് ആ പുഴയുടെ ഒരു തീരത്തേക്ക്, അവിടത്തേക്കുള്ള ഒരു സെർച്ചാണ് ഇനി നടക്കാനുള്ളത്. അവിടാണ് എനിക്കൊന്ന് ഈ ബൂം എക്സ്കവേറ്ററും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞ പോലെ ആ ഫോം ചെയ്ത ആ തുരുത്തിന്റെ അടുത്തേക്ക് ഇനി അടുത്ത രീതിയിലേക്കുള്ള അവിടത്തേക്ക് സെർച്ചിൽ ഈ കര കഴിഞ്ഞ അങ്ങോട്ടായിരിക്കും ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നേവിയുടെ ഓപ്പറേഷനും സൈഡിൽ നാളെ നടക്കും. പക്ഷെ അതിന്റെ എല്ലാം നടക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കാലാവസ്ഥ കുറച്ചെങ്കിലും അനുകൂലമാവണം. കാരണം നമുക്ക് കാലാവസ്ഥയായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കാലാവസ്ഥയായിട്ട് നമുക്ക് ആ ഒരു പ്രതികൂല കാലാവസ്ഥയിൽ നമുക്ക് അതിന്റെ ഒരു പരിമിതി ഉണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം വെച്ച് മാത്രമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ച കണക്കുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെർച്ച് ഓപ്പറേഷൻ ആണ് ഇന്ന് കണ്ടത്. കുറച്ചും കൂടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശരി, ശ്രീ കേണൽ എസ് ഡിന്നി. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി KV ബൈജു കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം ഷിരൂരിലാണ് ഉള്ളത്. ബൈജു, ഇപ്പോൾ അതുൽ പിള്ള, കമാൻഡർ അതുൽ പിള്ള, അദ്ദേഹം ഡിഫൻസ് PRO, അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. ആദ്യം തന്നെ അതിൽ ഈ നേവി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, നാളെയും പക്ഷേ നേവിയുടെ ദൗത്യം തുടരും. NDRF ആണല്ലോ ഇത് മുഴുവൻ ഏകോപിപ്പിക്കുന്നത്. നാളത്തേക്ക് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ ബൂം എക്സ്കവേറ്റർ കൊണ്ടുവരികയാണ്, അത് ഇന്ന് തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഈ ഏത് രീതിയിൽ നാളത്തെ പ്രവർത്തനം തുടങ്ങുന്നു എന്നാണ് ഇപ്പോൾ NDRFന്റെ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരിക്കുന്നത്.
മഞ്ജുഷേ, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നാളെ വലിയ പ്രതീക്ഷയുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ നാളെ ഇവിടെ എത്തുന്നുണ്ട്. നാളേക്ക് അർജുനെയും ഈ ലോറിയെയും കണ്ടെത്താൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. വളരെ ആധികാരികമായ, അതായത് നേവിയുടെ വളരെ ആധികാരികമായ വിവരങ്ങളാണ് ന്യൂസ് 8 അദ്ദേഹം പങ്കുവച്ചത്. കൃത്യമായ വിവരങ്ങൾ. ഏതായാലും പ്രതികൂല കാലാവസ്ഥ ഉണ്ട്, വലിയ തോതിൽ മഴ വരുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ പുഴയുടെ നിറമൊക്കെ വലിയ തോതിൽ മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല അടിയൊഴുക്ക്, ശക്തമായ അടിയൊഴുക്കാണ്. ഇതിനൊക്കെ തരണം ചെയ്താണ് നേവി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. മുങ്ങൽ വിദഗ്ധർ തുടക്കം മുതലേ ഈ പുഴയിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും കരയിൽ നിന്നും പൂർണ്ണമായും പുഴയിലേക്ക് ഈ തെരച്ചിൽ നീളുന്നു എന്നതാണ്. നാളെ മുഴുനീള എല്ലാ വിഭാഗങ്ങളും NDRFന്റെ മേൽനോട്ടത്തിൽ മുഴുവൻ സംഘാംഗങ്ങളും ഈ പുഴ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുക. അതിൽ ഏറ്റവും പ്രധാനം ഈ കരയോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്ത് തന്നെ ഈ ലോറി ഉണ്ട് എന്ന ഒരു നിഗമനത്തിലാണ് സൈന്യവും ഉള്ളത്. നിലവിൽ സൈന്യവും ഇവിടെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ട്. ഏതായാലും സൈന്യം പോയിട്ടില്ല. ഏതായാലും പ്രത്യേകിച്ച് നേവിയാണ് നാളെ പ്രധാനമായും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുക. കാരണം ഈ പുഴയിലുള്ള പലതരത്തിലുള്ള ഓപ്പറേഷൻ നാളെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സാങ്കേതിക വിദ്യകൾ നാളെ വരും. അതുമാത്രമല്ല വിദഗ്ധരായ നിരവധി പേർ നാളെ എത്തുന്നുണ്ട്. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ആവശ്യത്തെ അഭ്യർത്ഥനയെ തുടർന്ന് ഈ മേഖലയിലെ നേരത്തെ പല മേഖലകളിലും ഇത്തരത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിജീവിച്ച അത്തരത്തിൽ ഉള്ള ഒരുപാട് ആൾക്കാർ, വിദഗ്ധർ നാളെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ വലിയ പ്രതീക്ഷയിലുള്ള ദിവസമാണ്. 9ാം നാൾ നാളേക്ക് കടക്കുമ്പോൾ അർജുന്റെ ലോറിയും കണ്ടെത്തുമോ എന്നത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. നാളെ എന്തായാലും ഒരു നല്ല വാർത്ത, ഈ ലോറിയും അർജുനെയും കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഏതായാലും ചില പ്രധാന ആളുകൾ, നേരത്തെ ഈ രക്ഷാ ദൗത്യത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ള ചില പ്രധാന ആളുകൾ, ചില സന്നദ്ധ പ്രവർത്തകർ, ഇവരൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഒരു അനൌദ്യോഗികമായ വിവരം ഉണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാബു ആ സ്ഥലത്തേക്ക് ഇന്ദ്രബാലൻ അദ്ദേഹം അങ്ങോട്ട് വരുന്നു എന്നുള്ള വിവരമുണ്ട്. അതുപോലെ തന്നെ ഈ പാലക്കാട് ഈ ബാബുവിനെ രക്ഷിച്ച, മലമ്പുഴയിൽ ബാബുവിനെ രക്ഷിച്ച അദ്ദേഹം, ഈ ഹേമന്ത് രാജ് ഇപ്പോഴും അദ്ദേഹം സൈന്യത്തിലുള്ളയാളാണല്ലോ, അദ്ദേഹം അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അത് എത്രമാത്രം അങ്ങനെ ഒരു സ്ഥിരീകരിച്ച വാർത്തകൾ വരുന്നുണ്ടോ? തീർച്ചയായും ഇന്ദ്രപാൽ അദ്ദേഹം എത്തുന്നത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ആ അഭ്യർത്ഥനയെ തുടർന്നാണ് അദ്ദേഹം എത്തുന്നത്. കാരണം ഈ മേഖലകളിൽ നേരത്തെയും ഇത്തരം പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ പുഴയിലൊക്കെ ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ അദ്ദേഹത്തിന് ഇത്തരത്തിൽ വലിയ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം തന്നെ അദ്ദേഹത്തെ ഇവിടെ എത്താൻ അഭ്യർത്ഥന ഉണ്ടായത്. അദ്ദേഹം നാളെ എത്തുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി വിദഗ്ധർ, നേരത്തെ ഒട്ടേറെ കഴിവ് തെളിച്ച വിദഗ്ധർ എത്തുന്നുണ്ട്. ഏതായാലും ഈ പ്രശ്നം, ഈ സംഭവം വളരെ ഗൗരവത്തിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുമാത്രമല്ല ബന്ധുക്കൾക്കും വലിയ പ്രതീക്ഷയുണ്ട്. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നാളെ ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള തെരച്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ തോതിലുള്ള പരാതികൾ ഉയർന്നിരുന്നു. വളരെ മെല്ലെയായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏതായാലും ഇനിയെങ്കിലും ഈ ലോറിയും അർജുനെയും കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഒരുപാട് പേരാണ് ഇവിടെ ഇപ്പോൾ ഈ ശിരൂരിൽ കാത്തിരിക്കുന്നത്. നിരവധി പേരാണ് കേരളത്തിൽ നിന്നും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും ഈ വിഷയം ഈ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഈ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന സംഘങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവത്തോടു കൂടി എടുത്തിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഇത്തരത്തിൽ വിദഗ്ധരൊക്കെ എത്തുന്നതും ആധുനിക സാങ്കേതിക വിദ്യകൾ നാളെ ശിരൂരിലേക്ക് എത്തുന്നതൊക്കെ. മഞ്ജുഷ്, ശരി കെ വി ബൈജു, എന്തായാലും നാളെ ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. അർജുനെയും ലോറിയെയും കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. നേവി ഇന്നത്തെ പോലെ തന്നെ തിരച്ചിൽ തുടരും. അതേപോലെ തന്നെയാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കൂടി അങ്ങോട്ട് വരുന്നത്. ചില സന്നദ്ധ പ്രവർത്തകർ കൂടി ഈ ദൗത്യത്തിൽ പങ്കാളിയാകാൻ എത്തുന്നുണ്ട്. അവർക്ക് അങ്ങോട്ട് വരുവാനുള്ള തടസ്സങ്ങൾ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഉണ്ടെങ്കിലും ഇന്ന് സ്ഥലം MLA പറഞ്ഞത് ഇതിലെ ചില തടസ്സങ്ങൾ നീക്കുവാൻ ഉള്ള കാര്യങ്ങളിൽ താൻ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും അതിനുള്ള അനുമതി അവിടെ കിട്ടും. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള കുറച്ച് സന്നദ്ധ പ്രവർത്തകർക്ക് കൂടി ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളിയാകാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ അർജുൻ്റെ അയൽവാസിയായ മുനീർ കൂടി ചേരുകയാണ്. മുനീർ, ഇന്നത്തെ ഈ ഒരു ദൗത്യം കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് നിന്ന് വളരെ നിരാശയുള്ള പ്രതികരണമായിരുന്നു. ഇന്ന് എങ്ങനെ തോന്നുന്നു? താങ്കൾ അർജുൻ്റെ സുഹൃത്തു കൂടിയാണല്ലോ. ഇന്നലെ അത് നിർത്തി ഇന്ന് രാവിലെ ഒരു പ്രതീക്ഷയോടുകൂടി വന്ന്. കാരണം ഇന്നത്തെ ദൗത്യം നല്ല അത്യാവശ്യം നല്ല എല്ലാവരും 2 ദിവസമായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇത് വേഗം നമുക്ക് ഈ അർജുനെ കിട്ടണം എന്നുള്ളൊരു
ഇതാണ് കിട്ടുന്നത്. കാരണം പിന്നെ നമുക്ക് വേഗം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി രാവിലെ എഴുന്നേറ്റ് നിൽക്കും. വൈകുന്നേരം എന്ത് ചെയ്യാ, എന്താ ഇത് പറഞ്ഞൂടാ അവസ്ഥ, എന്താ ചെയ്യുക? ഞങ്ങൾക്ക് ഈ അർജുനെ കിട്ടണം. അത് പിന്നെ നമ്മൾ ആ വഴിക്കൊക്കെ പോയൊരു വ്യക്തി ആയതുകൊണ്ട് പറയാണ്, നമ്മളൊരു സംശയം പറയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ ലക്ഷ്മണൻ്റെ ചായക്കടൻ്റെ ഫ്രണ്ടിൽ എന്തുകൊണ്ട് വണ്ടി, അവിടെ ഒരു ഓവ് ചാലുണ്ട്, ഓവിൻ്റെ ഇപ്പുറത്ത് മണ്ണ്, ആ അവിടുന്ന് ഇപ്പുറത്താണ് റോഡ് ഉള്ളത്. അന്നപ്പോൾ ഈ മണ്ണിൽ എന്തുകൊണ്ട് ഇത്രയും വെയിറ്റുള്ള സാധനം വന്ന് കാണാൻ പൊതഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രയും വെയിറ്റുള്ള മലയല്ലേ വരുന്നത്. അപ്പോൾ പൊതഞ്ഞ് താഴെ ക്യാബിൻ്റെ മുകളിലൊക്കെ കല്ല് വീണിട്ട് അത് എന്തുകൊണ്ട് അവിടെ താഴുന്നില്ല എന്നുള്ളൊരു ഓരോ സംശയങ്ങളാണ് നമ്മളെ ഓരോ ഇതിൻ്റെ സംശയങ്ങളാണ്. പല സംശയങ്ങളാണ് വരുന്നത്. ചിലവർ പറയും സൈഡിലോട്ട്, ഓവിൻ്റെ ആ സൈഡിലോട്ട് ചരിഞ്ഞു പോയിട്ട് വണ്ടി അവിടെ തന്നെ ഉണ്ടെന്ന്. കാരണം ഈ കയറോ അല്ലെങ്കിൽ ഈ മരം ഒന്ന് ഒലിച്ച് ഒരു കഷ്ണമെങ്കിലും ഒരു കുത്തനെ പോകുന്നതിൽ എന്തെങ്കിലും ഒരു തടി കഷ്ണം എവിടെയെങ്കിലും കാണണ്ടേ? ഇതൊന്നുമില്ലല്ലോ. എന്നും പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. ഇനി ഇതിലും വലിയ ഉപകരണങ്ങൾ എന്താണ് ഉള്ളതെന്ന് വിചാരിച്ചാൽ അത് കൊണ്ടുവന്നിട്ട് വേഗം അതിൻ്റെ ഒരു ഇത് പിന്നെ പെട്ടെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുക. ഇത്രയും വലിയൊരു ലോറി കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ അതിന് തീരുമാനമാക്കേണ്ടത്? കാരണം നമ്മൾ ഇപ്പോൾ എല്ലാവരും ഞങ്ങളെ ഈ പിന്നെ ബന്ധുക്കളും ജനങ്ങളും എല്ലാം എന്തും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ഈ വലിയൊരു വാഹനം കണ്ടുപിടിക്കണ്ടേ? ഇതിനൊരു അവസാനം ഇല്ലേ? ന്യായമായ കാര്യമാണ് താങ്കൾ പറയുന്നത്. അത് മാത്രമല്ല താങ്കൾക്ക് ആ ലൊക്കേഷൻ നന്നായിട്ട് അറിവുള്ള ഒരാൾ കൂടി ആയതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ താങ്കൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. താങ്കളിലേക്ക് വരാം. ശ്രീ എസ് ഡിന്നി, ഇന്നിപ്പോൾ NDRFന്റെ സംഘം ഇത് ഏകോപിപ്പിക്കുമ്പോഴും പ്രധാനമായിട്ടും അവിടെ ഈ ആക്ട് ചെയ്യേണ്ടത് സൈന്യം തന്നെയാണല്ലോ. അതിൽ റോഡിൽ കരസേനയും പുഴയിൽ നാവികസേനയും ഇവർ രണ്ടുപേരും അവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഈ റോഡ് ക്ലിയറൻസ് ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. അപ്പോൾ പൂർണ്ണമായിട്ടും നാവികസേനയുടെ ഉത്തരവാദിത്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ അവിടെ ഒരു തടസ്സമായി നിൽക്കുന്ന കാര്യം ആ നദിയുടെ നടുക്കല്ല, ഒരു 30-40 മീറ്റർ ഉള്ളിലേക്കായിട്ട്, കരയിൽ നിന്നുള്ളിലേക്കായിട്ട് ആ ഐലൻഡ് പോലെ കാണപ്പെടുന്ന ഭാഗമാണ്. അത് നേവിയുടെ PRO, ഡിഫൻസ് PRO ആയ അതുൽ പിള്ള പറയുന്നുണ്ടായിരുന്നു, അത് ഞങ്ങളുടെ നിയന്ത്രണത്തിലല്ല, നേവിയുടെ നിയന്ത്രണത്തിലല്ല, അവിടെ മണ്ണ് മാറ്റി കൊടുക്കേണ്ടതുണ്ട് എന്ന്. ആ ഭാഗം കേന്ദ്രീകരിക്കേണ്ടി വരുമോ? അവിടെ തെരച്ചിലായിട്ടില്ല. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ആ ഒരു തുരുത്ത് പോലെ ആ ഒരു കാണുന്നത് ഏകദേശം 30 മീറ്ററോളം പുഴയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് കാണുന്ന ആ ഏരിയ ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ്. അവിടെ ആ തുരുത്ത് തൊട്ട് ഇഞ്ഞ് കരവരെ ഉള്ള ഏരിയ, നമ്മൾ ഈ തുരുത്തിന്റെ കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അതേപോലെ തന്നെ ഈ മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട് ഈ കരയും ആ തുരുത്തിന്റെ ഇടയ്ക്ക്. അപ്പൊ അവിടെ ഏകദേശം ഒരു 30 അടിയോളം ഈ മണ്ണ് വന്ന് നിന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്. അപ്പൊ അത്രയും മണ്ണിന്റെ താഴെ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനകത്ത് ജോയിന്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. വെള്ളത്തിന്റെ ഭാഗത്ത് നേവി ചെയ്യും, കരയുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് ആർമി ചെയ്യും. അതിനകത്ത് അത്ര വലിയൊരു ഇഷ്യൂ വരത്തില്ല. കമാൻഡർ അതുൽ പറഞ്ഞത് മറ്റുള്ള ഈ വെള്ളത്തിന്റെ ഭാഗത്ത് അവർ നോക്കും, പക്ഷെ കരയുടെ തീരത്തൊക്കെ നാച്ചുറലി അത് ആർമിയും മറ്റ് ഏജൻസീസ് ആയിരിക്കും നോക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം NDRF ആണ് ഇതിന്റെ എല്ലാ കോർഡിനേഷൻ ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നലെ വരെ അത് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു NDRF ആണ് അതിന്റെ ടോട്ടലി ആയിട്ട് അവരാണ് അതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓഫ്കോഴ്സ് അതിനകത്ത് ആർമിയുടെയും റോളുണ്ട്, നേവിയുടെയും റോളുണ്ട്. പക്ഷെ പുഴയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നേവിക്ക് വലിയ ഒരു ലീഡ് ഏജൻസിയായി മാറാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവരാണ് പിന്നെ നേരത്തെ കമാൻഡർ അതുൽ പറഞ്ഞ പോലെ ഡൈവേഴ്സിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ സോനാർ ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടെത്തേണ്ടതെന്നുള്ളത് എല്ലാം അവരുടെ ലീഡർഷിപ്പിലായിരിക്കും. പക്ഷെ അങ്ങ് പറഞ്ഞ പോലെ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ തുരുത്തും കരയും തമ്മിലുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലാണ് മാക്സിമം മണ്ണ് വന്ന് അടിഞ്ഞിരിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഇപ്പം നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് ഇല്ലെങ്കിൽ അവിടാണ് ഇനിയുള്ള സാധ്യതകൾ എന്ന് ആയിരിക്കും. അപ്പൊ നാളെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എക്യുപ്മെന്റ്സ് ഒക്കെ വരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ടെക്നോളജിയിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ആളുകൾ വരുന്നു. നേരത്തെ പറഞ്ഞ മേജർ ഇന്ദ്രപാലൻ സാർ അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ എക്യുപ്മെന്റ് ആയിട്ടൊക്കെ വരുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ അതൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി നാളെ ഏകദേശം ഈ സമയമാകുമ്പോഴത്തേക്ക് ഇതിനൊരു
ഒരു 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 കുറച്ചുകൂടെ വ്യക്തത വരും. അറ്റ്ലീസ്റ്റ് എവിടെ ആണെന്ന് അറിയാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഇവാക്യുവേറ്റ് അല്ലെങ്കിൽ അവിടുന്ന് എക്സ്കവേറ്റ് ചെയ്തെടുക്കുന്നതിന്റെ അടുത്ത പ്രൊസീജിയർ ആയിരിക്കും. അവിടുന്ന് അങ്ങനെയാണ് അതിനെ പുറത്തെടുക്കുക എന്നുള്ളതായിരിക്കും അടുത്ത ഓപ്പറേഷൻ. പക്ഷെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ടാർഗറ്റ് എന്ന് വെച്ചാൽ അത് എവിടെയാണെന്നുള്ള കൃത്യമായിട്ട് കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ രണ്ടാം ഫേസിലേക്കാണ് നമ്മളിപ്പം കടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഡിഫൻസിന്റെ PRO അതുൽ പിള്ള സംസാരിച്ചപ്പോൾ താങ്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചുവല്ലോ, ഈ തുടക്ക സമയങ്ങളിൽ ഈ അപകടം നടന്ന ആദ്യത്തെ 2 ദിവസം നേവി അവിടെ ഉണ്ടായിരുന്നു. ഒരു ടാങ്കർ ലോറി മിസ്സിംഗ് ആണ് എന്ന ആ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി, മുങ്ങിയെടുക്കുന്നതിന് വേണ്ടി, എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയായിരുന്നു ആ അന്വേഷണം നടന്നത്. പിന്നീട് അത് മുന്നോട്ട് പോകാത്തത്, അത് ഒരു ഇടപെടൽ അവിടെ ഉണ്ടായില്ല, ഇപ്പോഴത്തെ പോലെയുള്ള ഒരു ആക്റ്റീവായിട്ട് കാര്യങ്ങൾ അവിടെ നടന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണല്ലോ. നേവി തിരിച്ചു പോയിട്ട് പിന്നീട് നേവിയെ ഈ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണല്ലോ, വെള്ളിയാഴ്ചയോട് കൂടിയാണ് പിന്നീട് നേവിയെ വിളിച്ചത്. അപ്പോൾ ആ ഗോൾഡൻ അവേഴ്സ് അവിടെ നഷ്ടപ്പെടുകയാണല്ലോ ഉണ്ടായത്. ആ ഒരു സ്ഥിരീകരണം കൂടിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അബ്സല്യൂട്ട്ലി. അത് തന്നെയാണ് നമ്മൾ ഇന്നലെയൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് ഈ ആദ്യത്തെ 16-ാം തീയതി ഈ ലാൻഡ് സ്ലൈഡ് വന്ന ശേഷം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് 2 ദിവസം അവർ വലിയ രീതിയിലുള്ള ഇതിനെക്കുറിച്ചുള്ള ഒരു അസസ്മെന്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് നേവി ഏറ്റവും അടുത്ത് കിടക്കുകയാണ്. കാർവാർ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ദൂരമൊന്നുമില്ല. അവിടുന്ന് അവർ നേവിയെ വിളിക്കുന്നത്, അവർ ഫസ്റ്റ് അവരുടെ, എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പ്രയോറിറ്റി അപ്പോഴും അവർ അതായിരിക്കും കൽപ്പിച്ചത്, ഈ ടാങ്കറിനെ എങ്ങനെയെങ്കിലും റിട്രീവ് ചെയ്യണം. അപ്പൊ നേവി വരുന്നു, അവരുടെ അടുത്ത് പറയുന്നു നിങ്ങൾ ടാങ്കറിനെ റിട്രീവ് ചെയ്യും. 17-ാം തീയതി റിക്വസ്റ്റ് നേവി എത്തുന്നു. അവർക്ക് അന്ന് നേവിയുടെ കമാൻഡർ അതുൽ പറഞ്ഞ പോലെ ഭാഗ്യവശാൽ ആ ടാങ്കർ മുകളിൽ തന്നെ വന്നു. പക്ഷെ അതിനകത്ത് ഈ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ലീക്ക് മാറ്റി സേഫ് ആയിട്ട് അവർ കൊണ്ടുവന്ന് അവർ പോന്നു. പിന്നീടാണ് 19-ാം തീയതിയാണ് ഇങ്ങനത്തെ വലിയ ഒരു 18-ാം തീയതി നമ്മൾ ഇവിടുന്നൊക്കെ പ്രഷർ കൊടുത്തു, മീഡിയ പ്രഷറും പൊളിറ്റിക്കൽ പ്രഷറും ഒക്കെ ആയപ്പോഴാണ് പിന്നീട് അവർ വീണ്ടും നേവിയെ വിളിച്ചിട്ട് ഇതുപോലത്തെ ഒരു ട്രക്ക് ഉണ്ടോ എന്ന് കാണാൻ അവർ ചോദിക്കുന്നത്. അപ്പൊ ഈ 17-ാം തീയതി നേവി വന്നിട്ട് നേവി അവിടെ ഒന്നും അവിടെ ഇതില്ല, ടാങ്കർ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് എല്ലാവരും വ്യാഖ്യാനിച്ച് അവിടെ ട്രക്ക് ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റി. അപ്പം രണ്ടാമത്തെ ഒരു ഇഷ്യൂ നോക്കുക, ആർമിയെ വിളിച്ചത് 21-ാം തീയതിയാണ്. അപ്പൊ 21-ാം തീയതി ആർമി വന്നു കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഏകദേശം റവന്യൂ മിനിസ്റ്റർ പറയാണ് ഇവിടെ എല്ലാം വന്ന് മാറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ ആർമിയെ വിളിക്കുമ്പോഴും 40 അംഗ ഇൻഫൻട്രിക്കാരാണ് വരുന്നത്. അപ്പൊ ഈ റിക്വസിഷൻ കൊടുക്കുന്നത് അവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. നേരത്തെ നേവിക്ക് ടാങ്കറിനെ കണ്ടെത്താനായിരുന്നെങ്കിൽ ആർമിക്കാരടുത്ത് പറഞ്ഞേക്കുന്നത് 3 മിസ്സിംഗ് പേഴ്സൺ, 3 ആളുകളെ കണ്ടെത്താനാണ്, അല്ലാതെ ട്രക്ക് കണ്ടെത്താനല്ല. അപ്പൊ 40 പേര് വന്നു, അവരവരുടെ ഇൻഫൻട്രി ആയിട്ടുള്ള എക്യുപ്മെന്റുമായിട്ട് വന്നു. അവരവിടെ വന്നപ്പോഴാണ് കാണുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒരു കൂമ്പാരമുണ്ട്. അതിന്റെ താഴെ അവരൊക്കെ പറഞ്ഞു ഈ ട്രക്ക് കണ്ടെത്തണം, കാരണം ഈ ബോഡി ട്രക്കിന്റെ ഉള്ളിലാണ്. അങ്ങനെയാണ് അടുത്ത ദിവസം, അതായത് ഇന്നലെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ വരികയും അങ്ങനെ അവിടെ ആ കരഭാഗത്ത് സെർച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർഡിനേഷൻ ഇഷ്യൂ ആദ്യമേ തൊട്ട് ഉണ്ടായിരുന്നു. അതാണ് അവർക്ക് ഈ മറ്റുള്ള ഏജൻസീസ് എന്ത് ടാസ്ക് കൊടുക്കണം, ആരാണ് അതിന്റെ ലീഡർഷിപ്പ്. ഇന്നും ശ്രീ മഞ്ജുഷ്, ഇന്നും അവർ യാതൊരുവിധ മീഡിയ ബ്രീഫിംഗും ചെയ്തിട്ടില്ല. അതാണ് മനസ്സിലാക്കുക. അവിടെ എത്രമാത്രം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള മീഡിയക്കാരുണ്ട്, എന്താണ് നടക്കുന്നുള്ള കൃത്യമായിട്ടുള്ള രാവിലെയും വൈകിട്ടും ഒരു SOP പ്രകാരം ഒരു മീഡിയ ബ്രീഫിംഗ് ഉണ്ട്. അതായത് ഇന്ന് രാവിലെ നമ്മൾ വരുമ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്, ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒബ്ജക്റ്റീവ്സിലേക്കാണ് നമ്മൾ പോകുന്നത്, ഇന്ന ഏജൻസീസ് വർക്ക് ചെയ്യുന്നത്. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഈ വീണ്ടും ഒരു മീഡിയ ബ്രീഫിംഗ് ചെയ്യാണ്. നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല, അതിന്റെ കാരണം ഇന്ന കാരണമാണ്. അതായത് ഒഴുക്കുണ്ട്, അല്ലെങ്കിൽ മഴ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എക്യുപ്മെന്റ് ഫെയിലിയർ ആയി, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കണക്കല്ല അവിടെ വന്നത്. ഇങ്ങനെ ഒരു മീഡിയ ബ്രീഫിംഗ് ഉണ്ടെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക്, അവരുടെ ബന്ധുക്കൾക്ക്, അവർക്കൊരു ക്ലാരിറ്റി ഉണ്ട്, ആ ഒരു കാര്യം നടക്കുന്നുണ്ട്. മറ്റുള്ളവർക്കും ഇതുപോലെ സ്പെക്കുലേഷൻസ് വരത്തില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ സ്പെക്കുലേഷൻസ് ആണ് നടക്കുന്നത്. നമുക്കെല്ലാം ഊഹിക്കുന്നേ പറ്റുന്നുണ്ട്. ശരി. മാത്രമല്ല ഈ നേവിയുടെ കാര്യത്തിൽ ഇപ്പോൾ അതുൽ പിള്ള നമ്മളോട് സംസാരിച്ചത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നേവി അവിടെ എന്തൊക്കെ ചെയ്തു എന്ന്. ബാക്കി പലതും സ്പെക്കുലേഷൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം അത് കൃത്യമായിട്ട് ബ്രീഫ് ചെയ്തു, കാരണം അദ്ദേഹം ഡിഫൻസിന്റെ PRO ആണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറയാം. ഈ രീതിയിലുള്ള ബ്രീഫിംഗ് അവിടെ വേണമായിരുന്നു. NDRF തന്നെ ഇതിന് മുൻകൈ എടുക്കണമായിരുന്നു, ഇല്ലേ? പലപ്പോഴും അവിടെ സ്ഥലം MLA അദ്ദേഹത്തിന്റെ രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം സ്വന്തം നിലയ്ക്ക് അവിടെ വലിയ യന്ത്രങ്ങൾ കൊണ്ടുവരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. പൊക്ലൈനറുകളൊക്കെ അദ്ദേഹം തന്നെ സ്വന്തം റിസ്കിൽ കൊണ്ടുവരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മുൻപന്തിയിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം അത്
അങ്ങനെ ഒരു MLA എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വരികയായിരുന്നു. അല്ലാതെ ഒരു ഒഫീഷ്യൽ ബ്രീഫിംഗ് അവിടെ ഉണ്ടാകുന്നില്ലായിരുന്നു. SP-യും കളക്ടറും പലപ്പോഴും വൈകി അവിടെ എത്തുന്നു ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കണ്ടതാണ്. SP എവിടെയെന്ന ചോദ്യം വരുന്നു, കളക്ടർ എവിടെയെന്നുള്ള ചോദ്യം വരുന്നു. കറക്റ്റ്. അപ്പൊ ആർമി വരുന്ന അതേ ദിവസം തന്നെയാണ് റവന്യൂ മന്ത്രി പറയുന്നത് ഇവിടെ 98% ഓൾറെഡി കഴിഞ്ഞു, ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കിയതാണ്, ഇനി ഇതിന്റെ ആവശ്യമില്ല. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് വിശ്വാസ്യതയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പൊ ഇതൊരു ആ ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ ആണ് ഫ്രം ഡേ 1 നമ്മൾ കാണുന്നത്. അതിന്റെ കുറച്ചൊക്കെ ഇപ്പൊ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ അവരുടെ ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകളുടെ ഓപ്പറേഷൻ പ്രൊഫഷണലിസത്തിന് മറ്റൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അവരൊക്കെ വളരെ റിസ്ക് എടുത്ത് നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കോർഡിനേഷൻ ഇഷ്യൂ ഡെഫിനറ്റ്ലി ഒരു എന്താ പറഞ്ഞ ഒരു പോരായ്മ ആയിരുന്നു ആദ്യം. അത് കുറച്ചൊക്കെ പരിഹാരപ്പെട്ട് വരുന്നുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു സ്ട്രീം ലൈൻ ചെയ്യാം, ഇനിയും ചെയ്യാം. ശരി കേടൽ. ഡിന്നി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ഇപ്പോൾ മുബീൻ, അദ്ദേഹം ഈ കാണാതായ ലോറിയുടെ RC ഓണറാണ്. മുബീൻ നേരത്തെ മനാഫും കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അദ്ദേഹവും അവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുബീനും അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടല്ലോ. ഇന്നത്തെ ഈ രക്ഷാദൗത്യം കണ്ടിട്ട് എന്താണ് മുബീൻ ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്? ഇന്ന് രക്ഷാദൗത്യം ലേശം സ്പീഡിലായിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും ദിവസം ഉള്ളതിനെക്കാട്ടും ഒന്നുപാടി സ്പീഡിലായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന ആളുകളെ കടത്തി വിട്ടില്ലായിരുന്നു. ഉച്ചന് ശേഷം ഒരു 20 ആളോ 25 ആളോ ഉള്ളോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ രക്ഷാദൗത്യം വളരെ സ്പീഡിലാണ്. ഇപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത ലെവലിലാണ് നടക്കണേ. നാളെ കുറച്ചുപാട് എക്യുപ്മെന്റ്സും കുറച്ച് ആളുകളും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നേവിൻ്റെ ഭാഗത്തുനിന്നും മിലിറ്ററി ഭാഗത്തുനിന്നും. അപ്പോൾ അതിലാണ് ഒരു പ്രതീക്ഷ ട്രക്ക് കണ്ടെത്താനാവുമെന്ന്. ഇപ്പോൾ റോഡ് ഭാഗത്തെ മണ്ണ് ഏതാണ്ട് പൂർണ്ണമായി നീക്കി കഴിഞ്ഞുവല്ലോ. മുബീൻ, ഇപ്പോൾ ആ ഭാഗത്ത്, ഇപ്പോൾ ലോറി കിടന്ന ഭാഗത്ത് തന്നെ ഒന്നുകൂടി തിരയണം എന്നൊക്കെയുള്ള അഭിപ്രായം ഉയർന്നിരുന്നു. അതിൻ്റെ ആവശ്യം കാണുന്നുണ്ടോ അവിടെ ചെന്ന് നോക്കുമ്പോൾ? ആ ഭാഗത്ത് വണ്ടി ഞങ്ങൾ സെർച്ച് ചെയ്ത ഭാഗത്ത് ഞങ്ങൾ സംശയം പ്രകടിപ്പിച്ച സ്ഥലത്ത് വണ്ടി കാണുന്നില്ല. പക്ഷെ അതിൻ്റെ അകത്തേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ തന്നെ രഞ്ജിത് സാറും മാർക്ക് ചെയ്തത്. അതിൻ്റെ ആ മാർക്ക് ചെയ്തതിൻ്റെ മലന്റെ ഭാഗത്ത് ചില പ്രശ്നമുണ്ട്, ഓടിയിൽ ചില പ്രശ്നമുണ്ട്. മൊബൈലിലേക്ക് വരാം. മുനീർ, അർജുൻ്റെ സുഹൃത്തായ മുനീർ, അയൽവാസിയായ മുനീർ നേരത്തെ ഒരു സംശയം പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ റോഡിൽ തന്നെ മുനീറിന് ആ പ്രദേശം നല്ല പരിചയമുള്ളതാണ്, താങ്കൾ ആ റൂട്ടിൽ പോകുന്നയാളാണ്. അവിടെ ആ ചായക്കടയുടെ കാര്യം താങ്കൾ പറഞ്ഞിരുന്നു. ചായക്കട പൂർണ്ണമായിട്ടും തകർന്നു, ചായക്കടയിൽ ഉണ്ടായിരുന്നവർ, ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ മരിച്ചു. താങ്കൾ പറയുന്നത് ഇപ്പോഴും ആ ഭാഗത്ത് ചില തെരച്ചിലുകൾ നടത്തണം എന്നുള്ളതായിരുന്നു. അതായത് ഈ റോഡിൻ്റെ അവിടുന്ന് ഗോവ സൈഡിൽ നിന്ന് വരുമ്പോഴേക്കും ഇടത് സൈഡിലാണല്ലോ വാഹനം പാർക്ക് ചെയ്തിരുന്നത്, ലോറി പാർക്ക് ചെയ്തിരുന്നത്. അവിടവും കഴിഞ്ഞ് ഈ പുഴയുടെ ഭാഗത്തേക്ക്, അതായത് റോഡിൻ്റെ വലത് ഭാഗത്തേക്ക് ലോറി വന്ന് ലോറി അവിടെ നിന്നും മറിഞ്ഞ് പുഴയിലേക്ക് വീണു എന്നുള്ള സംശയമാണല്ലോ ഇപ്പോൾ ഉള്ളത്. പക്ഷെ താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും റോഡിൽ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായിരിക്കും. അതാണല്ലോ ഈ ഓടയുടെ കാര്യം താങ്കൾ പറഞ്ഞത്. അതെ, ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ചായക്കടയുടെ ഫ്രണ്ടിൽ നിന്നുള്ള, കാരണം ഈ ഒരു ചായക്കടയുടെ റൈറ്റ് സൈഡിൽ ഒരു മരമുണ്ട്. ആ മരത്തിൻ്റെ ചോട്ടിൽ ഒരു ടാങ്കൊക്കെ ഉള്ള സ്ഥലമാണ്. അന്നേരം അതിന് ഓപ്പോസിറ്റാണ്. കാരണം ഇത് മലയിടിഞ്ഞോടുകൂടി ഈ സ്ഥലം കറക്റ്റ് ഈ സ്ഥിരമായിട്ട് കാണുന്നതിനും വ്യക്തമായിട്ട് അറിയുന്നില്ല ഇത് എവിടെയായിരുന്നു മരം, എവിടെയായിരുന്നു പീടിയ, ചായക്കട എന്നുള്ളത്. അന്നപ്പോൾ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റ് കുറച്ചും കൂടെ മുന്നോട്ട് നോക്കാനൊരു എൻ്റെ ആ സൈഡ് എന്നാണ് എനിക്കിപ്പോഴും സംശയം. കാരണം എന്താന്ന് ചോദിച്ചാൽ വണ്ടി ചരിയാനും സാധ്യത ഉണ്ട്. ലോഡ് 10 ടണ്ണ് വണ്ടി, അന്നപ്പോൾ 50 ടണ്ണ് അത് തന്നെ വന്ന്, പിന്നെ മുകളിൽ നിന്നും വലിയൊരു പാറ വന്ന് വീണാൽ ഈ ക്യാബിൻ എന്തുകൊണ്ട് ഇരുന്നൂടാ? കാരണം ഭാരത് ബെൻസ് പറയുന്നൊന്നും അത്ര കറക്റ്റല്ല. ഏത് വാഹനത്തിൻ്റെ മുകളിൽ, കാരണം ഒരു 4 കുത്തുകാലിൻ്റെ മുകളിലാണ്, ബാക്കിയെല്ലാം ഗ്ലാസ്സാണ്, അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അന്നപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വലിയ പാറക്കഷ്ണം വീണ് കഴിഞ്ഞാൽ ഈ ക്യാബിൻ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അവിടെ തന്നെ പൊതയാനും സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ ഇത്രയും കാലം പല വണ്ടിയിലും പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കൊരിത്. ആ സൈഡിൽ ഒരു ഓവുണ്ട്, ഇടത്ത് സൈഡ്,
ആ ഓവ് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ഇടിഞ്ഞിട്ട് അവിടെ ഇരുന്നുകൂടാന്നുള്ള, കാരണം ആ ഓവിന് നേരെ സൈഡിൽ ചേർത്തിട്ടാണ് ടയർ ഭാഗം വരിക. ആ ടയർ പിന്നെ റോഡിലോട്ട് ഈ വണ്ടി കയറുന്നില്ല. അവിടെ ചെറിയൊരു മഴ പെയ്താൽ പോലും ആ ഭാഗത്ത് ചളി ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. കാരണം ആ ചളിയിലാണ് നമ്മൾ വെക്കുന്നത്, പൊതഞ്ഞ്. അപ്പം ഇത്രയും വെയിറ്റുള്ളൊരു സാധനം വന്നാൽ എന്തുകൊണ്ട് ടയറെല്ലാം പൊട്ടി താഴോട്ട് അമരാൻ സാധ്യതയില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം പറയുന്നത്. കാരണം അത്ര ഒരു വെയിറ്റ്, കാരണം എത്ര ടണ്ണാണ് ഈ ഇതിൻ്റെ മുകളിലോട്ട് വീഴുന്നത്, പാറക്കഷ്ണങ്ങളും കല്ലും എല്ലാം വീഴുന്നില്ലേ. കാരണം അത്രക്ക് വെയിറ്റ് വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അവിടെ ഇരുന്ന് പോകുന്നില്ല? കാരണം ഞാൻ രഞ്ജിത്ത് പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ ന്യൂസിൽ കേൾക്കുന്നുണ്ട്. കാരണം ഫുള്ളായിട്ട് മണ്ണെടുക്കുന്നില്ല. കാരണം പിന്നെ മുകളിൽ ഇവർ പിന്നെ ഇത് വെക്കുമ്പോൾ പിന്നെ പാറക്കാണ് കുടുങ്ങുന്നത്. ഈ സാധനം വീണ് കഴിഞ്ഞാൽ പാറൻ്റെ അടിയിൽ വണ്ടി ഉണ്ടാകാൻ സാധ്യത ഇല്ലേ എന്നുള്ളതാണ് നമ്മളെ ഒരു സംശയം. ഓക്കെ, ശരി. മുബീൻ, അങ്ങനെ ഒരു സംശയം അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നവർ പറയുന്നുണ്ടോ? നേരത്തെ രഞ്ജിത്ത് ഇസ്രായേൽ ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എല്ലാ സൈന്യത്തിന്, ഈ കരസേനയ്ക്കും അതുപോലെ തന്നെ NDRFനും നാവികസേനയ്ക്കും വിട്ടുകൊടുത്തിരിക്കുകയല്ലേ? അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതല്ലാതെ ഈ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ അങ്ങനെ ആ രീതിയിൽ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു അനുഭവം? സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പോൾ മുൻപേ സംസാരിച്ച ആൾ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ. അതായത് റോഡിനോട് ആ മലയോട് ചേർന്നിട്ടാണ് വാഹനം നിർത്തിയിട്ട് എന്നുള്ളതാണ് ഞങ്ങൾ ലാസ്റ്റ് വണ്ടി കണ്ട ആൾ പറഞ്ഞത്. അപ്രകാരം തന്നെയായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ അധികൃതരോടും പറഞ്ഞത്. അപ്പോൾ മലന്റെ സൈഡിൽ വാഹനം ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടില്ല. കാരണം ഞങ്ങൾ അവിടെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഉള്ളോട്ടേക്ക് വണ്ടി പോകാനും സാധ്യതയില്ല. അപ്പോൾ ആ വാഹനം എന്തായാലും അവിടുന്ന് പുഴയിലേക്കോ അല്ലെങ്കിൽ ആ മൺതിട്ട ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ മൺതിട്ടയിലേക്കോ വന്ന് ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത്. പക്ഷെ പറഞ്ഞോളൂ, കേൾക്കാം. മുബീൻ പറഞ്ഞോളൂ. മൺതിട്ടയിലോ വീണിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണുള്ളത്. ഈ മൺതിട്ട എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡില്ലേ? അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ? അതെ, ലക്ഷ്മൺ എന്ന് പറഞ്ഞ ആളെ ചായക്കട ഉണ്ടല്ലോ, ചായക്കടന്റെ പിൻവശത്തേക്ക് വീണിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ അവിടെ ആ മതിലിന്റെ അടുത്ത് മലന്റെ അടുത്തുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. അത്രയും ഒരു 100% വരെ ഓർപ്പിച്ച് ഞങ്ങളെ മനസ്സിൽ അവിടുന്ന് കിട്ടും അർജുനെ എന്ന് വിചാരിച്ചിട്ട് നിന്നായിരുന്നു. സത്യത്തിൽ അവിടുന്ന് കിട്ടാണ്ടായപ്പോൾ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടാവും എന്നുള്ള തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഞങ്ങൾ ഇവിടെ കാണാതായതോടെ ഈ ഭാഗത്ത്, അതായത് ലക്ഷ്മണന്റെ ചായക്കടന്റെ പിൻവശം ഉണ്ട് എന്നുള്ളതിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് പുഴയിലേക്ക് വീണിട്ടില്ല എന്നല്ലേ? പുഴയിലേക്ക് വീണിട്ടില്ലെന്നല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? പുഴയിലേക്ക് വീണിട്ടില്ല പറഞ്ഞ മൂന്നാമത്തെ ദിവസം അതിന്റെ ഫോണ് റിങ് അടിഞ്ഞെന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതിന്റെ കൂടെ ഉള്ള ആളെ ഫോണിൽ ഞാൻ കേട്ടതുമാണ് ആ ഫോണ് റിങ് അടിഞ്ഞത്. അല്ല മുബീനെ, ആ ഭാഗത്തിന് എന്ത് തെരച്ചിലാണ് നടത്താനുള്ളത്? ഇപ്പോൾ ഇന്നും ഈ കരയിലെ മണ്ണ് ഏകദേശം നീക്കം ചെയ്ത് കഴിഞ്ഞില്ലേ? പിന്നെയുള്ളത് പുഴയിലേക്ക് വീണ് കിടക്കുന്ന മണ്ണ്. ആ ഭാഗത്ത് ഇന്ന് നേവി ആ ഭാഗത്തൊക്കെ അവരുടെ ഈ റഡാർ സംവിധാനം, ഈ ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ, ആ സംവിധാനം അതുപയോഗിച്ച് പരിശോധന, പിന്നെ സോണാർ ഉപകരണം, ആ സംവിധാനം ഉപയോഗിച്ചൊക്കെയുള്ള പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും ആ ഭാഗത്തും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഇമേജുകളും കിട്ടിയിട്ടുമില്ല. അതന്നെയാണ് ഞങ്ങൾക്കും സംശയം. പക്ഷെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ഇവിടെയുള്ള നാട്ടുകാരിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് ഒരു 3-4 വാഹനങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ അപ്പോഴും വിശ്വസിച്ചിരുന്നത് ആ മലയോട് ചേർന്നിട്ടാണല്ലോ വണ്ടി നിർത്തിയത്, അവിടെ തന്നെ ഉണ്ടെന്നായിരുന്നു. ഇപ്പൊ ഇവിടെ കാണാത്ത സ്ഥിതിക്ക് ഇപ്പുറം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്.
പക്ഷേ ഇനിയിപ്പോൾ പുഴയിലേക്ക് ശ്രദ്ധ പോയിരിക്കുകയാണല്ലേ? പുഴയിൽ നാളത്തെ പരിശോധന എന്ന് പറയുമ്പോൾ പുഴയിൽ തന്നെയാണല്ലോ. പുഴയിൽ തന്നെയാണ്. ശരി ശരി മുബീൻ, മുനീർ, ഇപ്പോൾ ഈ രീതിയിലുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത്. അതൊന്ന് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നേവി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ന് എന്താണോ നടന്നത് അത് ഏകദേശം നാളെയും ആവർത്തിക്കും. സോണാർ സംവിധാനം ഉപയോഗിച്ച് ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് അവിടെ നിന്നുള്ള ഇമേജ് അവർ എടുക്കും, എന്നിട്ട് ഈ ഡൈവേഴ്സിനെ വിടുകയാണ്. പക്ഷേ അതിനുള്ള തടസ്സം എന്ന് പറയുന്നത് അവിടെ ഈ അടിത്തട്ട് കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, ചെളി അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. അവിടെ നിന്ന് ഈ കരഭാഗം തൊട്ടേ അവിടെ നിന്ന് ചെളി താഴേക്ക് വന്ന് ഈ പുഴയിൽ ഇപ്പോൾ ഈ 30 മീറ്റർ അകലെയായിട്ട് രണ്ടോ പിന്നെ ഒരു ചെറിയ ഒരു ദ്വീപ് പോലെ 3 ചെറിയ ദ്വീപ് പോലെ രൂപപ്പെട്ട് വന്നിരിക്കുകയാണ്. അതിനോട് ചേർന്നങ്ങോട്ട് കരവരെയുള്ള ഭാഗത്തും ചെളി അടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഡൈവേഴ്സിന് ആഴങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. താഴെയാണെങ്കിൽ അടിയൊഴുക്ക് കൂടുതലാണ്. ഇതാണ് നേവിയുടെ ഔദ്യോഗികമായ വിശദീകരണം. ഇനി ഇപ്പോൾ കാണുന്ന ഈ മൺതിട്ട, ആ മൺതിട്ട എടുത്തു മാറ്റണം. അതിനുവേണ്ടിയാണ് പുതിയ എക്സ്കവേറ്റർ കൊണ്ടുവരുന്നത്. അത് കുറച്ചുകൂടി നീളം കൂടി കുറച്ച് അകലെ നിന്ന് തന്നെ ഈ മണ്ണെടുത്ത് മാറ്റാവുന്ന സംവിധാനമാണ്, ബൂം എക്സ്കവേറ്റർ. അത് കൊണ്ടുവരികയാണ്. അതുകൊണ്ടായിരിക്കും നാളത്തെ പരിശോധന. ഇതിലൊക്കെ എന്ത് പ്രതീക്ഷയാണ് ഇപ്പോൾ മുനീർ വെച്ച് പുലർത്തുന്നത്? ആകെ ഒരു നിരാശനായ രീതിയിലാണ് താങ്കളുടെ സംസാരവും വരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന രീതിയിലുള്ള തോന്നലാണോ ഉള്ളത്? തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന, കാരണം വലിയ ഉപകരണങ്ങൾ കൊണ്ടുവരും അവർ. കാരണം ആർമി വന്ന സ്ഥിതി കണ്ടതല്ലേ. അത് ഇപ്പോൾ നമ്മളെ കൂടെയുള്ള ഒരു ആൾ പറഞ്ഞു, ആർമിയെ അറിയിച്ചത് 3 ആളെ ബോഡി എടുക്കാനാണെന്ന്. കാരണം അവർ ആ സജ്ജീകരണങ്ങളായിട്ടാണ് വന്നത്. കാരണം ഈ ഗവൺമെൻറ് അറിയിക്കുമ്പോൾ ഇത്രയും വലിയൊരു ഇത് പറഞ്ഞില്ലല്ലോ. അതാണ് ഇത് പ്രശ്നം. കാരണം എത്രയോ ഉണ്ട്, എത്ര ഇങ്ങനെ സംഭവിച്ചു ഒന്നും പറഞ്ഞില്ല. അവർ വെറും ഇത് പറഞ്ഞ് 3 ആളെ കാണണം എന്നുള്ള കാണുന്നില്ല. ഇത്രയൊരു ചെറിയൊരു ഇത് വന്ന് അതുകൊണ്ടാണ് ആ 40 പേരും വന്നത്. കാരണം ഒരു ഉപകരണവും ഇല്ലാതെ. പിന്നെയാണ് രണ്ടാമത്തെ ദിവസമാണ് ഇവർ ഈ മറ്റേ റഡാർ കൊണ്ടുവന്നത്. പിന്നെ ഇനി അതും ഫലിക്കുന്നില്ലാണ്ട് കാരണം ഇനി അതിലും വലുത് എന്താണോ ഉള്ളത്. കാരണം ഇപ്പം ന്യൂസിലൊക്കെ ഞാൻ കേൾക്കുന്നു, ബാംഗ്ലൂർ പ്രൈവറ്റ് ആയിട്ടുള്ള ഇതിൽ റഡാർ ഉണ്ട്, അത് നാളെ വരും എന്നൊക്കെ ഒരു പ്രതീക്ഷ അത് ഇങ്ങനെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അല്ലാതെ അത് വൈകുന്നേരം ആകുമ്പോൾ നിരാശപ്പെടുകയാണ്. ഇതാണ് ഈ കഴിഞ്ഞ ന്യൂസിൽ പറഞ്ഞു ചന്ദ്രനിൽ പോകാൻ കണ്ടുപിടിച്ചെന്ന്. ഈ ഇത്രയും താഴ്ചയുള്ള ഒരാളെ ഒരു വാഹനം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയല്ലേ. എന്തായാലും നാളെ നേവിയുടെ ഇതേ രീതിയിലുള്ള തെരച്ചിൽ നാളെ തുടരുന്നുണ്ട്. പക്ഷേ ശക്തമായ അടിയൊഴുക്ക് അതാണ് ഇപ്പോഴും തടസ്സമായിട്ട് പറയുന്നത്. മുബീൻ, മറ്റൊരു കാര്യം, ഇന്നാണ് ആ വിവരം പുറത്തു വന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗം അവിടെ അപകടം നടന്നതാണ്. അതിനുശേഷം പുഴയുടെ അപ്പുറത്തെ കരയിലുള്ള അവിടുത്തെ ജനങ്ങൾക്കും ഇതിൻ്റെ ഒരു ദോഷവശം അനുഭവിക്കേണ്ടി വന്നല്ലോ. അവിടുത്തെ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയത്. അപ്പോൾ അവിടെ ചെന്ന മാധ്യമപ്രവർത്തകരോട് അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്, അങ്ങോട്ടും വലിയ രീതിയിൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഈ മണ്ണിടിച്ചിലുണ്ടായി. അങ്ങോട്ടും ആ ഭാഗം മുഴുവനും നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്കും അവിടെ നിന്ന് ഇത് കാണുവാൻ സാധിച്ചല്ലോ. അപ്പോൾ ആ ഒഴുക്കത്ര ശക്തമായിരുന്നു, അങ്ങനെ പുഴയിലേക്ക് ഒഴുകിപ്പോയതാകാം എന്നുള്ള സംശയം പോലും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത് റോഡിൽ തന്നെയാണെന്നാണ്. ഞങ്ങൾ ലൊക്കേഷൻ ലാസ്റ്റ് കണ്ട സ്ഥലത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, ലൊക്കേഷൻ കണ്ട സ്ഥലത്ത് തന്നെ വണ്ടി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ വെക്കാൻ കാരണം കേരളത്തിൽ നിന്നുള്ള ഒരു ഡ്രൈവർ ഇതിൻ്റെ 3 ദിവസം മുന്നേ ഒരു ചാനലിന് അഭിമുഖം കൊടുത്തിരുന്നു. അവനാണ് ലാസ്റ്റ് കണ്ടതെന്ന് പറഞ്ഞിട്ട്. വാഹനം കണ്ടെന്നല്ല, വാഹനം ഈ മൺതിട്ട വീണത്, മണ്ണ് വീണത് കണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞ പ്രകാരം ഫസ്റ്റ് നടുവിൽ, ഈ മലയുടെ നടുവിൽ നിന്നാണ് പൊട്ടിയത്. ആ പ്രകാരം വരികയാണെന്ന് അങ്ങനെയാണ് ഇവരെ ലക്ഷ്മൺ എന്ന് പറഞ്ഞ ആളെ ചായപ്പീടിയ പുഴയിലേക്ക് പോയത് എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു ഞങ്ങൾ നിന്നത്. ആ ഇതിൽ എഫക്റ്റിലാണ്
ഈ ഫസ്റ്റത്തെ ആ എഫക്റ്റിലാണ് ആ ഭാഗത്തേക്കുള്ള വീടുകൾ തകർന്നത്. ഈ എതിർവശത്തുള്ള അല്ലേ, പുഴയുടെ അങ്ങേക്കരയിലുള്ള വീടുകളാണ് ഇപ്പൊ തകർന്നതായിട്ട് അത് ഫസ്റ്റ് ദിവസം തന്നെ കണ്ടിട്ടുണ്ട്. എതിർവശത്തുള്ള അങ്ങേക്കരയിലുള്ള പിന്നെ അവിടെ ആ കാര്യം എന്തായാലും MLA അത് നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ഒരു കൃത്യം കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ കരയുടെ അങ്ങേക്കരയ്ക്കുള്ള ആളുകൾ പറഞ്ഞിരുന്നു അവിടെ എന്തോ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് കണ്ടു എന്നൊക്കെ. പക്ഷേ അത് വൈദ്യുതി ലൈൻ പൊട്ടി വീണിരുന്നു അല്ലേ, ആ കാര്യം നിങ്ങൾക്കും അവിടെ കാണാൻ കഴിഞ്ഞതാണ്. അപ്പോഴുണ്ടാകുന്ന സ്പാർക്കിങ്ങും ഇല്ലേ, അത് അവർ എന്തോ ഒരു പൊട്ടിത്തെറി അവിടെ ഉണ്ടായി എന്നുള്ള സംശയം പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ അല്ലേ, അല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചതായിട്ട് അത് ആ പറഞ്ഞത് വാസ്തവമുള്ള കാര്യമല്ലല്ലോ അല്ലേ. ഞങ്ങള് 17 തീയതി രാവിലെ 6 മണിക്ക് വരുമ്പോൾ അവിടെ ആ ഭാഗത്ത് ഇപ്പം നിങ്ങൾ വിഷ്വലിലൊന്നും കാണുന്നുണ്ടാവില്ല. 17 തീയതി രാവിലെ വരുമ്പോൾ അവിടെ ഒരു ടവർ ഉണ്ടായിരുന്നു, പുഴയിലേക്ക് ഇങ്ങനെ വീകാനായിട്ട് കുറച്ച് പുഴയിലേക്ക് വീണിട്ടുള്ള. അത് പിന്നെ പുഴയെടുത്ത് കൊണ്ടുപോയതാ. ആ ടവറിന്റെ എന്തായാലും ലൈന് താഴത്തേക്ക് പൊട്ടി വീണുണ്ട്. ഞങ്ങൾ കാണുമ്പോഴും ലൈന് പുഴയിലേക്കായിട്ട് അതിനോട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ സ്പാർക്കിംഗ് അത് തെറ്റിദ്ധരിച്ചതാണ് നാട്ടുകാർ എന്നാണ് ഇന്ന് സ്ഥലം MLA പറഞ്ഞത്. മീഡിയയോട് അദ്ദേഹം അത് ബ്രീഫ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അൽഫ്, അദ്ദേഹം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന മനാഫിന്റെ സഹോദരനാണ്. അൽഫ് ഇപ്പോഴും അവിടെ ഉണ്ടോ, ഷിരൂരിൽ തന്നെയാണോ ഉള്ളത്? എന്താണ് ഇന്നത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ അൽഫിന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നോ അവിടെ? അൽഫിൻ്റെ ഫോൺ കട്ടായി, അൽഫിനെ പിന്നീട് വിളിക്കാം. അതുപോലെ തന്നെ അവിടെ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് ചില രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ട്. സച്ചിൻ ദേവ് MLA അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വസീഫ്, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫും അവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ടെലിഫോൺ ലൈനിൽ ശ്രമിക്കാം. ഒപ്പം MK രാഘവൻ MP, അദ്ദേഹം ആദ്യ ദിവസങ്ങൾ മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ആ ഒരു തിരക്കിലാണ് ഉള്ളത്. ഇന്ന് നേരത്തെ ഈ മറുകരയുടെ കാര്യം പറഞ്ഞത് ഈ മൺതിട്ടയും കഴിഞ്ഞ ഈ ഭാഗത്തല്ല, മറുവശത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായ കാര്യമാണ് പറഞ്ഞത്. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ഒരു ബ്ലാസ്റ്റ് ഉണ്ടായതായി സംശയിക്കുന്നു. ഞങ്ങൾക്ക് വലിയ പൊട്ടിത്തെറി കാണാൻ കഴിഞ്ഞു. അതിനുശേഷമാണ് ഞങ്ങളുടെ ആ കരയിലേക്ക് വെള്ളം അടിച്ചു കയറി വന്നത്. അങ്ങനെ അവിടെ ഒരാൾ മരിച്ചു, അവിടുത്തെ ഒരു സ്ത്രീ മരിച്ചു. അവരുടെ മൃതദേഹം ഇന്നാണ് കണ്ടെടുത്തത്. ഇങ്ങനെയുള്ള നാശമുണ്ടായത് അങ്ങനെയാണ് എന്ന് ആ നാട്ടുകാർ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് കിട്ടിയ ഒരു വിശദീകരണം എന്ന് പറയുന്നത് അവിടെ ഒരു നേരത്തെ മുബീൻ പറഞ്ഞതുപോലെ അവർ ടവർ ഉണ്ടായിരുന്നു. ആ വൈദ്യുതി ലൈനുകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഉണ്ടായ സ്പാർക്കിംഗ് അത് കണ്ട് തെറ്റിദ്ധരിച്ചതാകാം നാട്ടുകാർ എന്നാണ് സ്ഥലം MLA പറഞ്ഞത്. അല്ലാതെ അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതൊരു ആകാശ ചിത്രമാണ്, ഇതാ റോഡിൻ്റെ ചിത്രമാണ്, അവിടുത്തെ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷമുള്ള ചിത്രമാണ്. അവിടെ നിന്ന് താഴോട്ട് ആ നദിയുടെ ഭാഗത്താണ് ഇന്ന് നാവികസേനയുടെ ബോട്ടുകൾ സോണാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. നാളെ ഇതേ കാര്യങ്ങൾ തുടരുമെന്നാണ് ഡിഫൻസ് PRO അതുൽ പിള്ള അല്പം മുമ്പ് ന്യൂസ് 8നോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇന്ന് ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നേവിക്ക് നേരിടേണ്ടി വന്നു. അതിലേറ്റവും പ്രധാനം പുഴയിൽ ശക്തമായ അടിയൊഴുക്കാണ്. അതുകൂടാതെ തന്നെയാണ് പുഴയിൽ വലിയ രീതിയിൽ മണ്ണും ചെളിയും അടിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡൈവേഴ്സിന് അങ്ങ് താഴോട്ട് പോകുവാൻ കഴിയുന്നില്ല. അതിനാൽ തന്നെ പലപ്പോഴും ഇത് തടസ്സപ്പെടുകയാണ്. സോണാർ സംവിധാനം ഉപയോഗിച്ച് ഇമേജ് കിട്ടിയാൽ പോലും താഴോട്ട് പോകുവാൻ ഡൈവേഴ്സിന് കഴിയുന്നില്ല, തെളിയുന്നില്ല പുഴ. അടിയൊഴുക്ക് കൂടുകയുമാണ്. നാളെ അടിയൊഴുക്ക് കുറഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നേവിയുടെ ഡൈവേഴ്സിന് അവിടെ കാര്യങ്ങൾ ചെയ്യാനാകുമെന്നാണ് ഡിഫൻസ് PRO പറഞ്ഞത്. NDRF ആണ് ഇത് ഏകോപിപ്പിക്കുന്നത്. NDRFനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് നേവിയും അതുപോലെ തന്നെ ആർമിയും സ്ഥലത്തുള്ളത്. കരയിലെ കാര്യങ്ങൾ, മണ്ണ് നീക്കം ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ കരസേനയും പുഴയിൽ നേവിയുടെ തിരച്ചിലുമാണ്. ഇനിയുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ആ ആകാശ ദൃശ്യത്തിൽ നേരത്തെ കണ്ട ആ നദിയുടെ ഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന ആ മൺകൂനകളാണ്. അത് നീക്കം ചെയ്യുന്ന ഒരു പ്രയത്നം കൂടി നടക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമേ അവിടെ നേവിക്ക് ഈ സോണാർ സംവിധാനം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അവിടെ ഡൈവിംഗ് വേണ്ടി വന്ന് ഡൈവേഴ്സിനെ ഇറക്കണം എങ്കിൽ കൂടി ആ മൺതിട്ട അവിടുന്ന് നീക്കേണ്ടി വരും. അങ്ങനെ നേവിക്ക് ഒരുപാട് സാങ്കേതികമായ പ്രയാസങ്ങൾ അവിടെ നേരിടുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്നത്തേക്കാൾ കാര്യക്ഷമമായിട്ട് നാളെ ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് നേവിക്കുള്ളത്. പക്ഷേ ബാക്കി സംവിധാനങ്ങൾ കൂടി ശരിയായി വന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ശ്രീ മുനീർ, ഇത്രയുമാണ് കാര്യങ്ങൾ.
ഈ നാളെ എത്രമാത്രം പ്രതീക്ഷ നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്? ഇപ്പോഴത്തെ ഈ ചില വിദഗ്ധരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. നേരത്തെ ഈ രക്ഷാദൗത്യങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ആളാണ്. നേരത്തെ ഇവിടെ ഒരു പേര് സൂചിപ്പിച്ചിരുന്നു, ഇന്ദ്രബാലനെ പോലെയുള്ള ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു സഹായകരമാകും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ മുനീർ? ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ വസീഫ് കണക്റ്റഡ് ആണ്. വസീഫ് ഇപ്പോഴും ഷിരൂരിലാണോ ഉള്ളത്? എന്തൊക്കെ കാര്യങ്ങൾ, ഇന്നത്തെ കാര്യങ്ങൾ താങ്കൾക്ക് ബ്രീഫ് ചെയ്യാൻ പറ്റും? എന്തൊക്കെ നടന്നു, എന്തൊക്കെ ഇനി നടക്കുവാനുണ്ട്? അല്ല, ഇന്ന് രാവിലെ നമ്മൾ അവിടെ ചെന്നപ്പോ ഒരു 6:45 സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ അകത്ത് കയറ്റുന്നില്ല എന്നുള്ള ഒരു പരാതി വലിയ രീതിയിൽ അവിടെ ഉയർന്നു വന്നിരുന്നു. അവര് 2-3 ദിവസങ്ങളായിട്ട് അവിടെ വന്നവരുണ്ട്, ഇന്ന് എത്തിയവരുണ്ട്. പക്ഷെ ആരെയും അകത്തേക്ക് കയറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും അതിൽ വലിയ ഒരു ആശങ്ക ഇവരുടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. കുറച്ച് തുടക്കത്തിൽ നേവി ടീമുകൾ വരുന്നതിനും അവരുടെ പ്രവർത്തനം തുടങ്ങുന്നതിനും ഒക്കെയുള്ള സമയത്തിന്റെയൊക്കെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ ആയപ്പോ ചെറിയ സംശയം. പക്ഷേ ഞങ്ങള് ഉച്ചക്ക് ഒരു തവണ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് MLA ഉൾപ്പെടെ ഞാൻ, സച്ചിൻ ദേവ് MLA, ലിൻഡോ ജോസഫ് MLA തുടങ്ങിയവർ അങ്ങോട്ട് പോവുകയും അവിടെ ഈ പ്രവർത്തനങ്ങൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഇന്നൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ പ്രവർത്തനം നടക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അതുപോലെ നേവി ടീം റിവറിൽ ഒരു പ്രാഥമിക പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ഈ മണ്ണ് നേരത്തെ ലോറി നിന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറി നല്ല രീതിയിൽ തെരച്ചിലും നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കേരളത്തിൽ നിന്നുള്ള, കാസർഗോഡ് നിന്നുള്ള DYSP ഉൾപ്പെടെ കേരള പോലീസിന്റെ ഒരു മേൽനോട്ടുണ്ട്, അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടുത്തെ SP-യും അതുപോലെ തന്നെ ACP ഉൾപ്പെടെയുള്ള ആളുകളുടെ നിരീക്ഷണമൊക്കെ ഇന്ന് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അർജുനെ കുറിച്ചുള്ള, അതിന്റെ വാഹനത്തെ കുറിച്ചുള്ള വിവരവും കാര്യമായിട്ട് ഇന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനിയുള്ള തെരച്ചിൽ ഇപ്പോൾ നേവിയുടെ കയ്യിലാണല്ലോ ഇപ്പോൾ കൂടുതലായിട്ടും കാര്യങ്ങൾ. പുഴയിലെ തെരച്ചിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് നടക്കണം. പിന്നെ ആ മൺകൂനകൾ ഈ പുഴയിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്, അതിന് നാളത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? NDRF എന്തെങ്കിലും ഔദ്യോഗികമായിട്ട് കാര്യങ്ങൾ നിങ്ങളെയൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടോ അവിടെ? അവര് അവിടെ ഈ കലക്ടറുമായിട്ടൊക്കെ ഇന്ന് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് നാളെ ഈ നേവൽ ടീമിന്റെ ഈ ഒരു പരിശോധന പ്രത്യേക സംവിധാനം ഉപയോഗപ്പെടുത്തി നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഇറങ്ങിയ അതുപോലെ തന്നെ പുറത്തു ഭാഗത്തും ശരി, റേഞ്ച് പ്രശ്നമുണ്ട്. വസീഫ്, എന്തായാലും കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാൻ കൂടുതൽ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ പോലെ അല്ല കാര്യങ്ങൾ. ഞായറാഴ്ച ഒരു സംവിധാനവും ഇല്ലാതെ കരസേന അവിടെ വന്ന് ഇറങ്ങുന്നതാണ് കണ്ടത്. ആകെ അവരുടെ കയ്യിൽ ഒരു ചെറിയ ഉപകരണം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആധുനിക സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നേവി കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോഴേക്കും അവിടെ പുഴയിൽ അടിയൊഴുക്ക് ശക്തമാകുന്നു, ഗതി മാറി പുഴയൊഴുകുന്നു, വിസിബിലിറ്റി വീണ്ടും കുറഞ്ഞു വരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായത്. എന്തായാലും നാളെ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഇടപെടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ സൈന്യത്തിനുണ്ട്. അപ്പോൾ തുടക്ക സമയത്തെ ഏകോപനം ഇല്ലായ്മ ഈ രക്ഷാദൗത്യത്തിന് തടസ്സമായി എന്ന കാര്യത്തിൽ സംശയമില്ല. അർജുനെയും ലോറിയെയും കണ്ടെത്താൻ നാളെയെങ്കിലും കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഡിബേറ്റ് അവസാനിക്കുകയാണ്. നന്ദി.